ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ കോളിഫ്ലവറും കിഴങ്ങും വെച്ചിട്ട് നല്ല കുറുകിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് ഒരു ചെറിയ കോളിഫ്ലവറാണ്. ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നു. അതിൽ കീടങ്ങളും വല്ല വിഷാംശമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത് കേട്ടോ. അപ്പം ഇനി അടുത്തത് വേണ്ടത് തക്കാളി, പിന്നെ സവോള അരിഞ്ഞത്, നൈസായിട്ട് അരിഞ്ഞ സവോളയാണ് കേട്ടോ. ഇതൊരു 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്, ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ. പിന്നെ ഇത് നമ്മൾ 2 കറിവേപ്പിലയുണ്ട്. പിന്നെ കുറച്ച് സവോള ഞാൻ ഇതുപോലെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ചേർക്കണം. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവില്ലാത്ത പച്ചമുളക് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട്, ഇതൊരു അരമുറി, വലിയ തക്കാളിയുടെ ഒരു അരമുറി ഭാഗമാണ് കേട്ടോ. ഇതും ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതാണ്ട് 2 വറ്റൽമുളക്, കുരുമുളക് ചതച്ചെടുത്തത്, പെരിഞ്ചീരകം ചതച്ചത്, പിന്നെ ഒരു ചെറിയ കറുവാപ്പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു. അപ്പോൾ ഇത് ഈ നമ്മൾ എടുത്തിരിക്കുന്ന കോളിഫ്ലവറിനനുസരിച്ചാണ് കേട്ടോ ഈ മസാലയൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റ് പൊടികളൊക്കെ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ്, വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കടുക് ഇടാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇടാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പിന്നെ കുരുമുളക് ഒരു 3/4 ടീസ്പൂണ്, അത് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പെരുംജീരകത്തിൻ്റെ പൊടിയും. ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ. അത് കൂടുതലായാലും അതൊരു ടേസ്റ്റ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് അത് കുറേശ്ശെ ചേർത്തിട്ടുള്ളൂ. ആ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് ഈ മസാലക്കൂട്ടിലേക്ക് ഒന്ന് ഇതായി ചേരണം. ഇനി നമുക്ക് ലേശം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിന്നെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു കേട്ടോ. ഇനി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മളിത് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ ആ സവോളയും കൂടെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് തക്കാളി ചേർത്തായിരുന്നു. ഇപ്പോഴും കുറച്ചിട്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പഴുത്തത് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കറിയെ എല്ലാം ഒന്ന് വറ്റി കുറുക്കി വന്നിട്ടുണ്ട്. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ. അതാണ് നമ്മുടെ കോളിഫ്ലവർ കിഴങ്ങ് മസാല ഒന്ന് പറ്റി വെള്ളമൊക്കെ പറ്റി എന്ന് വന്നിട്ടുണ്ട്. വെന്തെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലേശം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ ഒരു പൊടിയും പിന്നെ നമ്മൾ ചേർക്കാത്ത ഒരു കാര്യമുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ഈ ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഈ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഉപ്പൊക്കെ പാകമാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ലേശം പഞ്ചസാര കൂടി കേട്ടോ. നമ്മൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എരിവും പുളി അതിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ലേശം ഒരു നുള്ള് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. അപ്പം ഡ്രൈ ആയിട്ടുള്ളൊരു കോളിഫ്ലവറിന് നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ടൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും ഒക്കെ നല്ല ഒരു ബെസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.